കുടുങ്ങും. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പിണറായി സർക്കാരിലേക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. LDF സർക്കാരിന്റെ കാലത്ത് CMRL കിട്ടിയ സഹായങ്ങൾ ED അന്വേഷിക്കുന്നുണ്ട്. വീണയ്ക്ക് നൽകിയ മാസപ്പടിക്ക് പിന്നിൽ CMRL സർക്കാരിൽ നിന്നും ലഭിച്ച വഴിവിട്ട സഹായങ്ങൾ എന്ന നിഗമനത്തിലൂന്നിയാണ് അന്വേഷണം കടന്നു പോകുന്നത്. കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യ LDF സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം നടക്കുക എന്ന സൂചനകളും വരുന്നുണ്ട്. വീണയുടെ മൊഴിയിൽ അവ്യക്തത തുടരുകയാണ്. കരാർ ലഭിച്ചതിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് വീണ വ്യക്തമാക്കുന്നത്. എന്നാൽ ED വീണയുടെ മൊഴി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. വീണ ടിയുടെ 3ാം ഘട്ട ചോദ്യം ചെയ്യൽ ഉടനെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ 10 മണിക്കൂറാണ് വീണയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ലഭ്യമായതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിനായി വീണയെ രണ്ടാമതും കൊച്ചിയിലേക്ക് വിളിപ്പിച്ചത്. കരിമണൽ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാട് മാത്രമല്ല, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഈ കമ്പനിയുമായി ബന്ധമുണ്ടോ എന്നതടക്കം ചോദ്യം ചെയ്യലിൽ വീണയോട് ED വ്യക്തത തേടിയെന്നാണ് വിവരങ്ങൾ. ഈ മാസം 29-നായിരുന്നു രണ്ടാമതും ചോദ്യം ചെയ്യലിനായി തീരുമാനിച്ചിരുന്നതെങ്കിലും SFIO അനുബന്ധ രേഖകൾ കിട്ടിയതോടെ ഇന്നലെ ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ച് വീണയോട് ആവശ്യപ്പെടുകയായിരുന്നു. 29-ന് ഹാജരാകാൻ വീണയും നേരത്തെ അസൗകര്യം അറിയിച്ചിരുന്നു. തുടർന്ന് രാവിലെ 9:30യോടെയാണ് ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പം വീണ എത്തിയത്. SFIO കുറ്റപത്രത്തിന്റെ 134 അനുബന്ധ രേഖകൾ EDക്ക് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. കരിമണൽ കമ്പനി വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖയാണിത്. നേരത്തെ ഈ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനായിരുന്നില്ല. എന്നാൽ ഇന്നലെ നടന്ന 10 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് മാത്രമല്ല, അച്ഛൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധങ്ങളും ചോദ്യങ്ങളായി വന്നു. സുപ്രധാന പദവിയിലിരിക്കെ പിണറായി വിജയൻ CMRL സഹായിച്ചതായി ആരോപണങ്ങൾ ഉയർന്ന വിഷയങ്ങളിലേക്കും ചോദ്യം ചെയ്യൽ നീണ്ടിരുന്നു. എക്സാലോജി കമ്പനി CMRL നൽകിയ സേവനം, CMRL നിന്നും ലഭിച്ച പണം എന്തു ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ആദ്യ ചോദ്യം ചെയ്യലിൽ വീണ ഉത്തരം നൽകിയത്. സേവനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചെങ്കിലും വീണയ്ക്ക് ഹാജരാക്കാനായിരുന്നില്ല. ഇതിനുശേഷം വീണയുടെ HDFC ബാങ്കിലെ ലോക്കർ അടക്കം ED തുറന്ന് പരിശോധിച്ചിരുന്നു. കേസിൽ CMRL അധികൃതരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണയുടെ കേസ് 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മധ്യമുതലാളിമാർക്ക് പണം ഉണ്ടാക്കാനായിരുന്നു സർക്കാർ നീക്കമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയെന്നും മദ്യനയ വിവാദത്തിൽ TP രാമകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. മാസപ്പടി കേസ് 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ അതിന്റെ പേരിൽ പിണറായി വിജയനെ ആക്രമിക്കാൻ അനുവദിക്കില്ല. അതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കേസ് CPM-നെതിരെ പ്രയോഗിക്കുന്നതാണ് പ്രശ്നമെന്നും TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം മധ്യമുതലാളിമാർക്ക് പണം ഉണ്ടാക്കാനായിരുന്നു UDF സർക്കാർ നീക്കമെന്നും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിലും സ്പിരിറ്റ് ഉപയോഗിച്ചാൽ നികുതി ചുമത്തുമെന്നായിരുന്നു LDF നിലപാട്. മധ്യമുതലാളിമാരുടെ സമ്മർദ്ദമുണ്ടായിട്ടും അന്ന് വഴങ്ങിയിരുന്നില്ലെന്നും LDF കൺവീനർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.